അങ്ങനെല്ലാം നോക്കിയാൽ ഈ കാലത്ത് ജീവിക്കാൻ കഴിയും ഉസ്താദെ. അങ്ങനെ ഹറാമാണ്, ഇങ്ങനെ ഹറാമാണ്. ഇപ്പം പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല എന്നതാണ് ഇൻസ്റ്റയിലെ ഏറ്റവും പുതിയ മസല. ഉദാഹരണം പറഞ്ഞാൽ, എൻഗേജ്മെന്റ് കഴിഞ്ഞ ആണും പെണ്ണും നാളെ വിവാഹിതരാവേണ്ടവർ ഇന്ന് അവരുടെ ലൈംഗിക സ്വയുള്ള കിന്നാര വർത്തമാനങ്ങൾ ഫോണിലൂടെ ടൈപ്പ് ചെയ്യലോ കോൾ ചെയ്ത് സംസാരിക്കലോ ഹറാമാണ്. അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലെ മുഫ്തികൾ വന്ന് ഇറങ്ങി വരുന്നത്, ശബ്ദം ഔറത്തല്ലല്ലോ. ഓഹ്, എങ്ങനെ ശബ്ദം ഔറത്തല്ലല്ലോ? നമ്മളാരെയും കൺട്രോൾ ചെയ്യേണ്ടത് ഇൻസ്റ്റ അല്ലല്ലോ, നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് മദീനയായിരിക്കണം. നമ്മൾ മതം പഠിക്കേണ്ടത് ആരിൽ നിന്നാണ്? ഖുദിൽ ഇൽമ മിൻ അഫ്വാഇർ റിജാൽ, ഉലമാഇൽ നിന്നായിരിക്കണം. ആരോടെങ്കിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് മതം പഠിക്കുന്നതാണ് പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതല്ല നമ്മുടെ കൾച്ചറാവേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്ന ഒരു ആശയ ചുരുക്കം, നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ ഈമാനോടെ മരിക്കാൻ പറ്റണം. ഈമാൻ ഇല്ലാതെ മരിക്കുന്നവരുടെ അടയാളങ്ങളാണ്, ഒന്ന്, മരിക്കണ നേരത്ത് മതത്തിൻ്റെ ഒരു നിയമത്തെ കളിയാക്കലോ അതെനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്ന് അയാൾക്ക് തോന്നുകയോ ചെയ്യുന്ന സമയത്ത് അസ്റായിൽ അങ്ങ് പെട്ടെന്ന് റൂഹ് ഓടിച്ചു കൊണ്ടുപോവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് പേടിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ അൽ ഇസ്തിഅദാദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതൊക്കെ ഇപ്പൊ നോക്കിയാൽ നടക്കുമോ? കുറച്ചൊക്കെ സ്ത്രീ പുരുഷന്മാരെ ഇടകലർച്ച ഉണ്ടാവില്ലേ? കുട്ടികളല്ലേ? അങ്ങനെ മതത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുക, അത് നമ്മളിൽ ഉണ്ടാവരുത്. രണ്ടാമത്തത്, ഒരാൾ മരണം മോശമായിട്ടാണ് മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾ ഖബറിലെത്തുമ്പോൾ അയാളുടെ ഖബറിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഇഷ്ടം പോലെ ഖബറുകളിൽ സംഭവിച്ചത് കിതാബുകളിലുണ്ട്. വിശദമായി പറയാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ്. മൂന്നാമത്തൊരടയാളാണ് അയാളെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് അയാളുടെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് ദുർഗന്ധം, മോശമായ വാസന ഉണ്ടാവുക എന്നുള്ളത് അയാളിൽ നിന്ന് എന്തോ ഒരു അബദ്ധം സംഭവിച്ച കാരണത്താൽ അയാൾക്ക് അവസാനം മോശമായി എന്നുള്ളതിൻ്റെ തെളിവാണ്. നാലാമതൊരടയാളം മഹത്തുക്കൾ എഴുതി വെക്കുന്നു, അയാളുടെ മുഖം കറുത്തുപോകുകയും വായിൽ നിന്ന് ദുർഗന്ധം വരികയും ചെയ്യുന്ന രീതിയിൽ ആണ് അയാൾ മരിച്ചതെങ്കിൽ അയാളുടെ മരണം മോശമാണ്. അല്ലാഹുവേ നീ കാക്കണേ റഹ്മാന്. നമ്മൾ ഒരു ഹറാമ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഈമാൻ നമ്മളുടെ തലൻ്റെ മുകളിലേക്ക് പോകുന്നതാണ്. ആ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചതെങ്കിൽ നമ്മളുടെ കഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലാ യസ്നിൽ മുഅ്മിനു ഹീന യസ്നി എന്ന് പറയുന്നതിൻ്റെ വിശദീകരണത്തിൽ കാണാം, ലാ യസ്നി സാനി ഹീന യസ്നി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാളുടെ ഈമാന് അയാളുടെ ശരീരത്തിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഒരാൾ മോഷണം നടത്തുമ്പോൾ, അപ്പോൾ മോനെ നീ രാത്രി ഉറങ്ങാൻ നേരത്ത് സിനിമ കാണുമ്പോഴാണ് മരിച്ചതെങ്കിലോ, സെക്കൻഡ് ഷോക്ക് പോകുന്ന സമയത്ത് മരണപ്പെട്ട സ്റ്റുഡൻസിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആക്സിഡന്റായി മരിച്ചവർ. ആലോചിച്ച് നോക്കി. ഏതൊരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ മുഅ്മിനാവൂല എന്നാണ് ആ ഹദീസിന്റെ താല്പര്യം. അങ്ങനെ പറഞ്ഞാൽ അയാളിൽ നിന്ന് അയാളുടെ ഈമാൻ ഉയർത്തപ്പെടും. ആ ഉയർത്തപ്പെടുന്ന ഘട്ടത്തിൽ അയാൾ മരണപ്പെട്ടാൽ, ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ ഭാര്യ കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് വൃത്തികേട് ചെയ്യാൻ ഒരുങ്ങി,
ആ ഒരുങ്ങിയ ഘട്ടത്തിൽ കാമുകൻ സൈലന്റ് അറ്റാക്കായി മരിച്ചത് നമ്മളെ നാട്ടിലുള്ള സംഭവമല്ലേ? മോശമായ മരണം ഉണ്ടായാൽ ഇതുവരെ ചെയ്ത കർമ്മങ്ങളെ കൊണ്ടൊക്കെ എന്ത് ഫലം ഉണ്ടാവുക? ആ പേടി നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മുഅ്മിന് 6 കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ പേടി വേണം. അതിലൊരു കാര്യമാണ് എൻ്റെ ഈമാൻ അള്ളാഹു ഊരിക്കളയുമോ എന്ന പേടി എപ്പോഴും ഉണ്ടാവണം. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഈമാൻ നഷ്ടപ്പെടുന്നത് എന്ന് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബ് 8 കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന 8 കാര്യങ്ങളാണ് പലപ്പോഴും പല മനുഷ്യന്മാരെയും മോശം മരണത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് മഹത്തുക്കൾ വിശദീകരിക്കുന്നതിൻ്റെ താല്പര്യം. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ്, വിഷയത്തിൻ്റെ കാമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യം പറയുന്നത് പൊള്ളല്ല, യാഥാർത്ഥ്യമാണ്. നാളെ ആയിട്ടുണ്ട്, ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. കാലം വളരെ അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജിക്കൽ കാലാണ്. മോനെ, നീ ഇപ്പോഴും റീൽസുകളിൽ കാലം തീർക്കണതിന് പകരം റിയൽ ലൈഫിലേക്ക് വരേണ്ട നേരമായിട്ടുണ്ട്. നോ ക്യാപ്, ഇറ്റ്സ് ടുമാറോ. പറയുന്നത് പൊള്ളല്ല, നാളെ ആയിട്ടുണ്ട്. നീ ഇങ്ങനെ കുറെ കോസ്മെറ്റിക്സിന്റെ ലോകത്ത് ജീവിച്ച് നീ നിന്നെ തന്നെ പൂജിച്ച് നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് ജീവിക്കുന്നതിന് പകരം നിന്റെ കരിയർ ഒന്ന് ഉഷാറാക്കൂ. നാളത്തെ ഒരു സുഖത്തിന് വേണ്ടി ഇന്ന് അധ്വാനിക്കൂ. നാളത്തെ വിജയം കിട്ടണമെങ്കിൽ ഇന്ന് വിജയിക്കണം, ഇന്ന് പഠിക്കണം, ഇന്ന് അധ്വാനിക്കണം. നിങ്ങൾ നോക്കൂ, പാതിരാത്രി അധ്വാനിച്ചു പഠിക്കുന്ന ഒരു കുട്ടി 12:30 ആയിട്ടും റൂമിലെ ലൈറ്റ് ഓഫ് ആവാത്തത് കണ്ടപ്പോൾ ഉമ്മ പോയിട്ട് മോളോട് പറഞ്ഞു, എന്താ മോളെ? അപ്പൊ മകളുടെ കമന്റ്, എക്സാം ഈസ് വെരി നിയർ. പരീക്ഷ അടുത്തെത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കുറെ പോർഷൻസ് തീരാനുണ്ട്. നാളെയാണെങ്കിൽ ടഫ് എക്സാമാണ്. അതുകൊണ്ട് ഇന്ന് ഉറക്കൊഴിഞ്ഞ് അധ്വാനിക്കുകയാണ്. ആ കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോന്നു. ഭർത്താവിനോട് അഥവാ ആ കുട്ടീൻ്റെ ഉപ്പാനോട് ഉമ്മ പറയാണ്, ഫാത്തിമ ഇപ്പോഴും പഠിക്കുകയാണല്ലോ, എന്താ ഇപ്പം ചെയ്യുക? ഉറക്കൊഴിവാക്കിയിട്ട്. അപ്പോൾ ഉപ്പ, ഞാനൊന്ന് പറഞ്ഞോക്കാം, ഫാത്തി വേഗം ഉറങ്ങുമോളെ, രാവിലെ എണീച്ച് പഠിച്ചോളി, ഇപ്പൊ ഉറങ്ങിക്കോളി. അവൾ ഉറങ്ങണില്ല. മോള് പോട്. അങ്ങനെ പോയി. റൂമിലേക്ക് തിരിച്ചെത്തിയിട്ട് ഈ കുട്ടീൻ്റെ ഉമ്മനോട് അഥവാ ഇയാളുടെ ഭാര്യനോട് പറയാണ്, ഷി ഹാസ് സ്ലെപ്റ്റ്, അവൾ ഉറങ്ങിയിട്ടുണ്ട്. ദർ ഇസ് എ നോ ചാൻസ് ടു ബി. നിങ്ങൾ പോയി നോക്കി നോക്കി, ഉറങ്ങാനൊന്നും സാധ്യതയില്ല. പോയി നോക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് കാലതിൽ രണ്ടും വെച്ചിട്ട് പിന്നെയും ഉറക്കുകയാണ്, പിന്നെയും പഠിക്കുകയാണ്. എന്താ കാരണം? ഇറ്റ്സ് ടുമാറോ, നാളെ ആയിട്ടുണ്ട്, ഇനി നമുക്ക് സമയമില്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇന്നത്തെ സുഖമല്ല, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. കുറച്ച് വൈകിയാലും സുഖം നാളെ കിട്ടണമല്ലോ എന്നതാണ് പുതിയ കാലത്ത് ചിന്തിക്കേണ്ടത്. ആ മോക്കറിയാം. ജസ്റ്റ് പാസ്സാവാനാണെങ്കിൽ ഒരു ഡിയും C+ ഒക്കെ കിട്ടിയിട്ട് SLC പാസ്സാവാനാണെങ്കിൽ ഇങ്ങനെ ഈ കുട്ടി അധ്വാനിക്കണോ? വേണ്ട. ഈ കുട്ടിക്ക് വേണ്ടത് ഫുൾ A+ ആണ്. ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടത് റാങ്ക് ഹോൾഡറായി പാസ്സാവല. അതുകൊണ്ടാണ് ആ കുട്ടി അധ്വാനിക്കുന്നത്. അതാണ് ഔലിയാക്കളുടെയും ലൈഫിൽ 40 കൊല്ലം ഇശായിൻ്റെ വുളുകൊണ്ട് ഒരു സുബീസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഉറങ്ങണില്ല. എന്തുകൊണ്ട്? അവർക്ക് നമ്മൾ വിചാരിക്കണ പോലെ ജസ്റ്റ് പാസ്സായിട്ട് ഒരു സ്വർഗത്തിൻ്റെ പാസ് ടിക്കറ്റ് എൻട്രി കിട്ടിയാൽ പോരാ. പിന്നെ
ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂത്തന ത്വല്ലഖു ദുനിയ വഖാഫുൽ ഫീത്തന. അവർക്ക് PhD വേണം. അവർക്ക് വേണ്ടത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അവർക്ക് കിട്ടണം. കുറച്ച് ഡിലേ ആയാലും ആ സുഖം കിട്ടണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം തന്നെ സുഖം കിട്ടിയില്ലെങ്കിലും നാളത്തെ സുഖത്തിന് വേണ്ടി ഇന്ന് അധ്വാനിക്കുന്നവരാണ്. ടുമാറോ സക്സസ് ടുഡേസ് ബിഗിൻ. നാളത്തെ വിജയത്തിന് ഇന്ന് തുടങ്ങണം. അതാണ് SSF മുഴുവൻ ജില്ലകളിലും സ്റ്റുഡൻസ് ഗാല എന്ന പേരിൽ നോ ക്യാപ്പ്. മോനെ പറയുന്നത് പൊള്ളല്ല, തള്ളല്ല. ഇറ്റ്സ് ടുമാറോ, നാളെ ആയിട്ടുണ്ട്. നീ ഇപ്പോഴും സുഖത്തിലും റീൽസിലും ജീവിക്കുന്നതിന് പകരം കുറച്ച് അധ്വാനിക്കൂ, പഠിക്കൂ, വിജയിക്കാനുള്ള പണിയെടുക്കൂ, ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കൂ. ഇതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. ഇതിലേക്കാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ വരേണ്ടത്. അതിനാണ് ഞാൻ ആത്യന്തികമായി വേണ്ടത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹ്ക്കാകെ നമ്മളിൽ നിന്ന് വേണ്ടത് ഈ ദുനിയാവിൽ നിന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് വരുമ്പോഴേക്ക് ഈമാനായിട്ട് വരണം. മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം. എങ്ങനെ ജീവിച്ചാലും മരിക്കണ സമയത്ത് ഈമാൻ കിട്ടണം. ഈമാനോടെ മരിക്കാനുള്ള വഴികൾ പറയുന്നതിനേക്കാൾ ഇവിടെ കൂടുതൽ ഉപകാരപ്പെടുക ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തെറ്റുകളെ പരിചയപ്പെടുത്തലായിരിക്കും. ഒന്ന്, മറ്റുള്ള മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ മരണം ഈമാനില്ലാതെയാവാനുള്ള സാധ്യത കൂടുതലാണ്. വിശ്വസിച്ച ഒരാളെയും നമ്മൾ വഞ്ചിക്കരുത്. ആരോടും നീതിയില്ലാത്ത പെരുമാറ്റം ഉണ്ടാവരുത്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അത്തർ പുരട്ടിക്കൊടുക്കാൻ ഏൽപ്പിച്ച ഒരു കുട്ടി വോളണ്ടിയർ ആദ്യത്തെ ആൾക്ക് കുപ്പിയിൽ നിന്ന് ഒരു കോയിലിട്ടിട്ട് ആക്കി കൊടുത്തതാണെങ്കിൽ എല്ലാവർക്കും ഒന്ന്, ഇടയിൽ ഒരാൾക്ക് പോലും 2 വട്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് മലയാളം. അതാണ് സദസ്സിനോടുള്ള നീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു സ്വഹാബിയുടെ കുട്ടി ഓടി വന്നപ്പോൾ ആ സ്വഹാബി ആ കുട്ടിക്ക് വാരിയെടുത്തൊരു മുത്തം കൊടുത്തിട്ട് മടിയിലിരുത്തി. ഇത് കണ്ട അതേ സ്വഹാബിയുടെ വേറൊരു കുട്ടി ഓടി വന്നപ്പോൾ ആ കുട്ടിയും വാരി പിടിച്ച് മടിയിലിരുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു. നീതി കാണിച്ചിട്ടില്ലല്ലോ. ആന്ത നബി, ഒന്നാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടാണ് മടിയിലിരുത്തിയത്, രണ്ടാമത്തെ കുട്ടിക്ക് മുത്തം ഇല്ലാതെയാണല്ലോ മടിയിലിരുത്തിയത്. മക്കൾക്കിടയിൽ നീതി കാണിക്കൽ രക്ഷിതാവിൻ്റെ ബാധ്യതയാണ്. അത്രയും മൈന്യൂട്ടായ കാര്യം വരെ നമ്മൾ ശ്രദ്ധിക്കണം. ദാ ഒരു സമ്മാനം തരാല വരി എന്ന് പറഞ്ഞ ഉമ്മാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, ആ കുട്ടീൻ്റെ ഉമ്മയിലെ നിങ്ങൾ, അതെ നിങ്ങൾ സമ്മാനം കൊടുക്കാൻ തന്നെയാണോ പറഞ്ഞത്? അതെ, കയ്യിലൊരു ഈത്തപ്പഴം ഉണ്ടെന്ന്. കൊടുക്കുമോ? വന്നാൽ വരി തരാം എന്നല്ലേ പറഞ്ഞു? അതെ കൊടുക്കും. അഥവാ നിങ്ങൾ കൊടുക്കാനല്ല വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു കളവെഴുതുന്നു. പാരന്റിങ് സമയത്ത് ഒരു പാരന്റ് എത്ര മൈന്യൂട്ടായ കാര്യം വരെ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെഹ്റാനി ഇമാം പറയുന്നുണ്ട്, ചില ഉപ്പമാരൊക്കെ പാരന്റിങ് ഉമ്മാനെ ഏൽപ്പിക്കല, ഫുൾ ഓളം ഏൽപ്പിക്കുക. ഇയാൾക്ക് ആകെയുള്ള പണി ഗൂഗിൾ പേ ചെയ്യല ഫീസ് കുട്ടികളുടെ. അങ്ങനെ ഏൽപ്പിച്ചാലൊന്നും നിന്റെ ബാധ്യത തീരൂലെന്ന് ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ എഴുതി വെക്കുന്നുണ്ട്. വളരെ മൈന്യൂട്ടായ കാര്യം വരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തത്, നമ്മളുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടേണ്ട ഒരാൾക്ക് നീതി നിഷേധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഖിറം കൊളാവും, മരണം മോശമാവും. ഹാഫിള് സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നതാണ്, വേറൊരാളെ വേദനിപ്പിച്ചാൽ, വേറൊരാളെ പ്രയാസപ്പെടുത്തിയാൽ
നമ്മളുടെ ഈമാൻ അങ്ങ് മോശമായിപ്പോകും, നമ്മുടെ മരണം അങ്ങ് മോശമായിപ്പോകും. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. കച്ചവടം നടത്തുമ്പോൾ തട്ടിപ്പുണ്ടാവരുത്. ഹലാലല്ലാത്ത ബിസിനസ് നമ്മൾ നടത്താൻ പാടില്ല. ഹറാമായ സമ്പാദ്യമാണ് നമുക്കുള്ളതെങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് വളർത്തിയ മക്കൾ സ്വാലിഹീങ്ങളാവില്ല, ആ തലമുറ തന്നെ കേടുവരും. ചില കുടുംബങ്ങളിൽ മന്ദബുദ്ധികൾ വർദ്ധിക്കുന്നത് ആ തലമുറയിൽ എവിടെയെങ്കിലും അനന്തര സ്വത്ത് അന്യായമായി കൈകാര്യം ചെയ്തതിൻ്റെ കാരണത്താലായിരിക്കും. ഒരു കാരണം. ഒരാളെയും പറ്റിക്കാൻ പാടില്ല. ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു തൻ്റെ മദ്ഖലിൽ പറയുന്നുണ്ട് ചില കച്ചവടക്കാർ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച്. എന്താ അവർ പറയാ? കസ്റ്റമറെ പറ്റിക്കും വിധത്തിൽ അവർ കമൻ്റ് അടിക്കും. എന്താ പറയാ? ഈ സാധനം നാട്ടിൽ എവിടെയും കിട്ടാത്തതാണ്, ഞാൻ വളരെ അധ്വാനിച്ചിട്ട് കൊണ്ടുവന്നതാണ്, നിങ്ങൾക്കായതുകൊണ്ടാണ് ഈ വിലക്ക് ഞാൻ തരുന്നത്, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്, ഇതാരോടും നിങ്ങൾ പറയാനും പാടില്ല എന്ന് പറഞ്ഞ് ഫുൾ കമൻ്റ് ആയിരിക്കും. പച്ച കളവായിരിക്കും അയാൾ പറയണത്. ആ കച്ചവടം പച്ച ഹറാമായിട്ടാണ് മഹാനവറുകൾ അവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് എവിടെയും കിട്ടൂല, നാട്ടിൽ നിന്ന് എവിടെയും. താഴ്വാന്ന് കൊടുന്നതാ, ഡൽഹിയിൽ നിന്ന് കിട്ടിയതാ. ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ വിലകേട്ടങ്ങൾ ഞെട്ടും എന്നിങ്ങനെ കമൻ്റ് അടിക്കുക അയാൾ. ഈ സമ്പാദ്യം കൊണ്ട് നീ മക്കളെ പോറ്റിയാൽ എങ്ങനെയാ മക്കൾ സ്വാലിഹീങ്ങളാവുക എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ സവാജിറിൽ ചോദിക്കുന്നുണ്ട്. നിന്റെ ഭാവിയിലുള്ള തലമുറ നന്നാവണമെങ്കിൽ നീ ഇപ്പോൾ നടത്തുന്ന കച്ചവടം പൂർണ്ണമായും ഹലാലായിരിക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റിച്ചാൽ, വഞ്ചിച്ചാൽ, അയാളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ നമ്മുടെ മരണമാണ് മോശാവുക എന്ന വിചാരം നമുക്കുണ്ടാവണം. ഒരാളെയും വേദനിപ്പിക്കരുത്, വഞ്ചിക്കരുത്, പ്രത്യേകിച്ച് ഭാര്യമാരെ പ്രയാസപ്പെടുത്തരുത്. മുഹമ്മദുൻ സ്വാഹിബുൽ ഇഹ്സാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബൂസിരി ഇമാം പറയാം, മുഹമ്മദുൻ സ്വാഹിബുൽ ഇഹ്സാൻ, റസൂലുള്ള നന്മ മാത്രം ചെയ്യുന്ന ആളാണ്. ഇത്രയും ഭാര്യമാരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് കിട്ടുമോയെന്ന് ആയിരക്കണക്കിന് കൊല്ലായിലെ ഓറിയൻ്റലിസ്റ്റുകാർ പരതുന്ന് ലെൻസ് ഇട്ടിട്ട് റസൂലുള്ളാഹിൻ്റെ എന്തെങ്കിലും മൈനസ് കിട്ടുമോയെന്ന്. എന്നിട്ട് ഒരു തരി കിട്ടിയോ? ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടോ? ഇല്ല. അതാണ് ദാമ്പത്യം. വഫാത്തിൻ്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞല്ലോ, ഇത്രയും കൊല്ലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് എവിടെയെങ്കിലും എന്നോട് നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഇതാ എന്നോട് ഖിസാസ് എടുക്കാം, നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചെയ്യാം, ഞാനിതാ ഇതിന് റെഡിയാണ് പറയും. നോക്കി നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഒരു കുറവും വരാതെ ജീവിച്ചു. ഭാര്യമാരെ അടിച്ചിട്ടില്ല, കുട്ടികളെ തല്ലിയില്ല, ഹാദിമീങ്ങളെ തല്ലിയില്ല. 63 കൊല്ലത്തെ ജീവിതം അത്രമേൽ സൗന്ദര്യപൂർണമായ ജീവിതമായിരുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ ആലോചിക്കേണ്ടത് എന്നെ കൊണ്ട് ഒരു മനുഷ്യനും വേദനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട് ഒന്നും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും തുറിച്ചു നോക്കാറില്ല. അത്രേ, ആരെയും തങ്ങളിങ്ങനെ തുറിച്ചു നോക്കൂല. ഞാനിപ്പോൾ നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെങ്ങനെ കുറേ സമയം തുറിച്ചു നോക്കി അയാൾക്ക് എന്നെ ഒരു ബേജാറാവൂലേ? ഇതെന്താ ഉസ്താദ് എന്നെ തന്നെ നോക്കുന്ന റബ്ബേ, എന്നെക്കുറിച്ച് ആരെങ്കിലും കമ്മിറ്റിക്കാർ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അയാൾക്ക് എന്നെ എന്തെല്ലാം ചിന്തകൾ ഇങ്ങനെ വരും. നമ്മളെ നാട്ടിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മസ്ബൂക്കായ ആളെ തുറച്ചു നോക്കും. മസ്ബൂക്ക് എന്നെ തോന്നും, ഇതെന്താ എൻ്റെ തുണി കോട്ടയായിട്ടുണ്ട്, ഇതെന്താ എല്ലാവരും പാടെ എന്നെ നോക്കണത്. നമ്മളെ നാട്ടിലൊരു വളരെ മോശം കൾച്ചറാണ്. ഒരു സദസ്സിൽ മജ്ലിസിൻ്റെ പകുതിക്ക് മൗലിദിലോ മറ്റ് റാത്തീബിലോ പകുതിക്ക് ഒരാൾ വന്നെന്ന് കരുതോ, എല്ലാവരും പാടെ അയാൾ നോക്കും.
അയാൾ തന്നെ 2 കിഡ്നി ഫെയിലാവും ചില ആൾക്കാരൊക്കെ നോട്ടം കണ്ടിട്ട്. അതൊന്നും ഒരു മുസ്ലിമിന് പറ്റാത്തതാണ്. നമ്മുടെ ഒരു നോട്ടം കൊണ്ട് വരെ ആരും വേദനിക്കാൻ പാടില്ല.